അതും ആത്മാനന്ദമാണ്. അല്ല, ആനന്ദം മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. ഒരു കൃത്രിമമായ ഉപായത്തെ ആശ്രയിച്ച് നാം തൽക്കാലം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മാനന്ദം അനുഭവിക്കുന്നത് തന്നെയാണ് ഏത് ലൗകികാനന്ദവും. ആ ആനന്ദവേളയിൽ ആരും തന്നെ ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്ന അറിവായിട്ടല്ല ആനന്ദത്തെ അനുഭവിക്കുന്നത്. പതിരറ്റ പാട്ട് കേട്ട് എല്ലാം മറന്ന് ചിലർ പറയാറുണ്ട്, പാട്ട് അല്ലെങ്കിൽ കൂത്ത് എന്തെങ്കിലും തനിക്കിഷ്ടമുള്ള ഒരു കാര്യം അങ്ങോട്ട് അനുഭവിച്ചിട്ട് അതിരറ്റ ആനന്ദത്തിൽ മുഴുകിയിരുന്ന ആളുകൾ അത് കഴിഞ്ഞു വരുമ്പോൾ പറയാറുണ്ട്, ഓ അതിരറ്റ ആനന്ദം, ഒന്നും അറിഞ്ഞില്ല, അതായത് മറ്റൊന്നും അറിഞ്ഞില്ല, ആ ആനന്ദം മാത്രമേ അറിഞ്ഞുള്ളൂ. അത് അനുഭവം കഴിഞ്ഞു വരുമ്പോൾ ഊഹിച്ചു പറയുന്നതാണ്. അനുഭവിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ആനന്ദം അനുഭവിക്കുന്നു എന്ന ചിന്ത ആർക്കുമില്ല. അത് തന്നെ നിരന്തരമായാൽ, അത് തന്നെ ഗാഠമായാൽ, ഒരു തടസ്സം കൊണ്ടും അതിന് ഒരു മങ്ങലും സംഭവിക്കുന്നില്ല എന്നുറപ്പായാൽ അത് തന്നെയാണ് ബ്രഹ്മാനന്ദം. അല്ലാതെ വേറെ എന്താ ബ്രഹ്മാനന്ദം? ആനന്ദം എല്ലായിടത്തും തുല്യമാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, ജഡമറിയില്ല അതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല. ലോകത്തുള്ള എല്ലാ അറിവുകളും ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവാണ്. ഒരു സങ്കല്പം, അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിരവധി ചിന്തകൾ, ആ ചിന്തകളെല്ലാം സങ്കല്പവും ചിന്തകളും ഒക്കെ കൂടെ, സങ്കല്പം തന്നെ ഒരു ചിന്തയാണ്, അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ലൗകികമായ ഒരറിവ് സംഭവിക്കുന്നത്. ഇത് മേശയാണ്, അല്ലെങ്കിൽ സൂര്യനാണ്, ഇത് ചൊവ്വയാണ്, അവിടെ വെള്ളമുണ്ട്, ഇതൊക്കെ ചിന്ത ചെയ്തിടയിലിരുന്നുള്ള അറിവുകളാണ്. അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ബോധമുള്ളത് കൊണ്ടാണ്. അതിന്റെ പിന്നിൽ ഇവിടെ ആ ജഡസമ്പർക്കം മുഴുവൻ വിട്ടുപോയി. അങ്ങനെ ശുദ്ധബോധം തെളിയുന്നു. ശുദ്ധബോധം, അതാണ് തുരീയാനുഭവം. നാലാമത്തെ അനുഭവം ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന മൂന്നനുഭവങ്ങൾക്കും അപ്പുറം നാലാമത്തേതായി ഒരു യോഗി അനുഭവിക്കുന്ന സത്യാനുഭവം, ഒരു ബ്രഹ്മനിഷ്ഠൻ അനുഭവിക്കുന്ന ബ്രഹ്മാനുഭവം, അതാണ് ഈ തുരീയാനുഭവം. ലൗകികന്മാർക്ക് ആ അനുഭവത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ അനുഭവിക്കുന്ന അതിരറ്റ ആനന്ദം ദൃഷ്ടാന്തമായി സ്വീകരിക്കാവുന്നതുമാണ്. ഇതാണ് തുരീയാനുഭവം. ഗാഠസുഷുപ്തിയെ 27-ാം ശ്ലോകത്തിൽ വിവരിച്ചിട്ട് ഈ സുഷുപ്തിക്കുമപ്പുറം ആ ഇരുണ്ട മറ പോലും മാറിത്തരുമ്പോൾ അനുഭവിക്കുന്ന തുരീയാനുഭവം, ബ്രഹ്മാനുഭവം, ആത്മാനുഭവം, കലർപ്പില്ലാത്ത ആനന്ദാനുഭവം. തുര്യമെന്നൊന്നും കേട്ടോ പേടിക്കരുത്. തുര്യമെന്നൊക്കെ പറയുന്നത് നാലാമത്തേത്. ശുദ്ധാനന്ദം, ശുദ്ധാനന്ദാനുഭവം. അതിനെക്കുറിച്ചാണ് 28-ാം പദ്യത്തിൽ ഗുരുദേവൻ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അത് മനസ്സിലാകുമല്ലോ. അടിമുടിയറ്റ്, അവിടെ അടിയും മുടിയൊന്നുമില്ല. അടിമുടിയറ്റ്, അടി തൊട്ടു മൗലിയന്തം സമ്പൂർണമായി പൂർണ്ണാനുഭവം. അല്ലാതെ അടി ഉണ്ടായിട്ടോ മൗലി ഉണ്ടായിട്ടോ അല്ല. പൂർണ്ണാനുഭവത്തെ ദ്യോതിപ്പിക്കുന്ന വാക്കുകളാണ് അടി തൊട്ടു മൗലിയന്തം സ്ഫുടം. യാതൊരു അവ്യക്തതയുമില്ല. സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ഇത് നിങ്ങളിവിടെ പ്രപഞ്ചത്തിൽ അറിയുന്നത് പോലെ ജഡത്തിന്റെ അറിവല്ല. ജഡം അറിവിയിലത്ത് ജഡത്തിന് അറിവുണ്ടാകാൻ സാധ്യമല്ല. ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ലത്. അത് സങ്കല്പിച്ച് ചിന്തിച്ച് അതിനിടയിൽ ഉണ്ടാകുന്ന അറിവല്ല. ഇത് ഓർത്തിടയണം. ഇതാണ് 28-ാം പദ്യം. അപ്പൊ നമുക്കൊക്കെ തോന്നാവുന്ന ഒരു സംശയം, നമുക്കൊക്കെ ഇത് അനുഭവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളുമൊക്കെ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. നിരന്തരമായ ഈ ആനന്ദം ഒരിടതടവില്ലാതെ നിരന്തരാനന്ദമാണ്. തുരീയാനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് സർവത്ര സമദർശനം ഉറപ്പുവരുത്തുന്ന ഒരു ബ്രഹ്മനിഷ്ഠന് നിമേഷാർത്ഥം അതിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയീം വിന.
അരനിമിഷം പോലും ആ ബ്രഹ്മാനുഭവം നഷ്ടപ്പെടുന്നില്ല ഉള്ളിൽ. അദ്ദേഹം ചിലപ്പോൾ ഇളകി മറിഞ്ഞ് ലോകകാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളായിരിക്കും. വലിയ ചക്രവർത്തിമാർ, ഖഡ്വാങ്കനെ പോലെയുള്ളവർ ഇതനുഭവിച്ചവരാണ്. യുദ്ധത്തിൽ പോലും ശാസ്ത്രീയമായ സത്യം തെളിഞ്ഞു. ഇനി പുറമേ എന്തനുഭവിച്ചാലെന്ത്, ശാസ്ത്രീയമായ സത്യാനുഭവത്തിന് മാറ്റമില്ല. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുമെന്ന് എക്സ്പെരിമെന്റലായിട്ട് തെളിഞ്ഞു. ആ കെമിസ്റ്റിന് അദ്ദേഹം യുദ്ധത്തിൽ പോലും എന്താ വെള്ളം, ഓക്സിജനും ഹൈഡ്രജനും അത് മറക്കില്ല, മറക്കാൻ സാധ്യമല്ല. കാരണം ശാസ്ത്രീയമായ അറിവാണ്. ഇത് തന്നെയാണ് ബ്രഹ്മാനുഭവത്തിന്റെയും സ്ഥിതി. വ്യക്തമായ അഭ്യാസം കൊണ്ട് സർവത്ര സമദർശനം. ഏത് വസ്തുവിലും ആ ബ്രഹ്മത്തെ തന്നെ കാണാൻ സർവാത്മന അഭ്യസിച്ചുറപ്പിച്ചയാൾ എന്തു വസ്തു കണ്ടാലും ബ്രഹ്മത്തെ കാണൂ. അദ്ദേഹത്തിന് എങ്ങനെയാ ഈ ബ്രഹ്മാനുഭവം ഏതെങ്കിലും നിമിഷം മാറിപ്പോവുക? സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര സമദർശന. അതാണല്ലോ ഗീത പറയുന്നത്. സർവഭൂതസ്ഥമാത്മാനം, എന്ത് കണ്ടാലും അതിൽ ആനന്ദസ്വരൂപമായ ബോധത്തെ അനുഭവിക്കുന്നു. അതെങ്ങനെ അനുഭവിക്കാൻ നോക്കും? ഉള്ളിൽ ആ ബോധം നിറഞ്ഞനുഭവപ്പെട്ടാൽ പുറത്തും എല്ലായിടത്തും ആ ബോധം തന്നെ നിറഞ്ഞ് അനുഭവപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടോ അത് പുറത്തനുഭവപ്പെടുന്നു. ഇതാണ് നിയമം. ഇപ്പൊ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി, സർവഭൂതങ്ങളെയും ആത്മാവിൽ. അങ്ങനെ ഈക്ഷത്തെ യോഗയുക്താത്മാ, യോഗം കൊണ്ടാണ് സത്യത്തെ വ്യക്തമായി അറിഞ്ഞയാൾ ഇങ്ങനെ കാണുന്നു പ്രപഞ്ചത്തെ. സർവത്ര സമദർശന. ആ വാക്യം ഓർമ്മിച്ചാൽ മതി. സർവത്ര സമദർശന. അത് ഓർമ്മിക്കുമെങ്കിൽ ഈ സത്യത്തെ എങ്ങനെ കാണാൻ പറ്റും എന്നതും നമുക്ക് ആ വാക്യത്തിൽ നിന്ന് വ്യക്തം. നിങ്ങൾ സർവത്ര സമമായ വസ്തുവിനെ കാണൂ ബുദ്ധി കൊണ്ട്. ബാക്കിയെല്ലാം മാറിത്തരും, ജഡമൊക്കെ മാറിത്തരും. ഒരിക്കലും അത് വിട്ടുപോകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സത്യത്തെ എങ്ങനെ കാണാൻ പറ്റും? ഗുരുദേവ, ഞങ്ങൾക്കുമൊക്കെ ഈ സത്യമൊന്നും അനുഭവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എത്ര എളുപ്പം ഗുരുദേവൻ ഇതാ പറയുന്നു, ഒരു പ്രയാസമില്ല. 29-ാം പദ്യം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. തീർത്തു പറയുകയാണ്. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലായെങ്കിൽ മായാമനു ഇരുവിട്ടുമിരിക്കിൽ മായ മാറും. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യുക. മനസ്സാകുന്ന പുഷ്പം കൊയ്തെടുത്ത് മഹേശൻ അർപ്പിക്കുക. ഇതെങ്ങനെ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ, ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ബോധമാണ് സത്യമെന്നൊക്കെ അറിയാം, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് വേണ്ടാത്ത വിചാരങ്ങൾ കയറി വരുന്നു. അത് നമുക്ക് വേണമായിട്ടല്ല, പക്ഷെ എവിടുന്നോ കയറി വരുന്നു. വേണ്ടാത്ത വിചാരങ്ങൾ, വികാരങ്ങൾ ഒക്കെ ആവശ്യമില്ലാതെ കയറി വരുന്നു. അതിനിപ്പോൾ എന്താ ചെയ്യുക? അത് എവിടുന്ന് കയറി വരുന്നു? എവിടെയാണത് ഉണ്ടെന്ന് തോന്നുന്നത്? നിങ്ങളുടെ ബോധത്തിൽ. നിങ്ങളുടെ ബോധത്തിലല്ലേ അതുണ്ടെന്ന് തോന്നുന്നത്? നിങ്ങളുടെ ബോധത്തിലാണ് അതുണ്ടെന്ന് തോന്നുന്നതെങ്കിൽ അതും ബോധം തന്നെയാണ്. പ്രത്യേകിച്ചൊരു വസ്തു ഇവിടെ ഇല്ല. ഈ കാണുന്നതൊക്കെ വെറും മഹേന്ദ്രജാലം, ഇന്ദ്രജാലം. മരുഭൂമിയിൽ വെള്ളം കാണും പോലെ മരുഭൂമിയിലെ ഓരോ തുള്ളി വെള്ളവും, അത് കലങ്ങിയതായാലും ശരി, ശുദ്ധമായാലും ശരി, നിശ്ചലജലമായാലും ശരി, ഇളകി മറിയുന്നതായാലും ശരി, മരുഭൂമി തന്നെയാണ്. ഇത് ഉറപ്പിക്കൂ. വെള്ളം കണ്ടോട്ടെ, ഇപ്പൊ കണ്ണിന് വെള്ളമുണ്ടെന്ന് തോന്നിക്കോട്ടെ, ഉള്ളിലാ ശുദ്ധമായ ആനന്ദം ഇടതടവില്ലാതെ അനുഭവിച്ച് ഉറപ്പിച്ചു. എങ്കിലും ചിലപ്പോ അതിൽ ചില ചിന്തകൾ കയറി വന്നാൽ ചിന്തയില്ലതിൽ. ചിന്ത അതിലുണ്ടാവാൻ സാധ്യമല്ല.
എന്താ കാര്യം? അതെങ്ങും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണ്. ചിന്ത വരുന്നതായി തോന്നുന്നെങ്കിൽ അത് ഭ്രമം. ഭ്രമമേതും വസ്തു തന്നെ. മരുഭൂമിയിൽ കാണുന്ന ജലഭ്രമം മരുഭൂമിയെ അറിയാവുന്നയാളിന് വസ്തു തന്നെയാണ്. അവിടെ ഇനി എത്ര ജലം ഇളകി മറിഞ്ഞ് കണ്ടാലും അയാൾ ആ വെള്ളം കുടിക്കാനും പോവില്ല. അവിടെ വെള്ളം ഉണ്ടെന്നൊരിക്കലും ബുദ്ധി കൊണ്ട് തീരുമാനിക്കുകയില്ല. ഇല്ലേ ഇല്ല. ഇല്ലാത്ത വെള്ളം കാണുന്നെങ്കിൽ ആ കാണൽ മരുഭൂമിയെ കാണുക തന്നെയാണ്. ഉറപ്പിക്കൂ. ഇനി എന്താ അവിടെ വെള്ളമുണ്ടോ? അതുപോലെ ഈ ജഗത്ത് ജഡം, ബോധം ജഡം. ഈ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ തന്നെ ബോധത്തിൽ നിന്ന് ജഡം ഉണ്ടാവാനേ സാധ്യമല്ല. ജഡത്തിൽ നിന്ന് ബോധവും ഉണ്ടാവില്ല. ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ആദ്യം പറയുന്നതാണ് തമപ്രകാശവ വിരുദ്ധ സ്വഭാവയോ. ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധങ്ങൾ. തമസാണ് ജഡം. അതിന് സ്ഥാനമുണ്ടെന്നറിയില്ല, മറ്റൊന്നും ഉണ്ടെന്നറിയില്ല. അത് സ്വയം ഇരുട്ടാണ്. അപ്പൊ പിന്നെ അത് ഇരുട്ടല്ലാതെ വേറെ എന്താണ്? പ്രകാശം, ബോധം. ബോധം ഒരിക്കലും തന്റെ ഉണ്മയെ വിസ്മരിക്കുന്നില്ല. ഉണ്ട് ഉണ്ട് എന്ന നിരന്തരമായ അനുഭവമാണ്. മറയിൽ ഒളിഞ്ഞിരിക്കുന്ന ബോധത്തിന്റെ പോലും അനുഭവം. ഒരിക്കലും ഉണ്ട് എന്നുള്ള ഉണ്മയുടെ അനുഭവം അതിന് നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് അത് പ്രകാശമാണ്. അത് തന്നെ പ്രകാശിപ്പിക്കുന്നു, തന്റെ ചുറ്റുപാടുമുള്ള സകലത്തിനെയും പ്രകാശിപ്പിക്കുന്നു. തസ്യ ഭാസ സർവമിദം വിഭാതി. ആ ബോധത്തിന്റെ പ്രകാശത്തിലാണ് ഈ അനന്തകോടി ജഗത്ത് പ്രകാശിക്കുന്നത്. ഈ ലളിതമായ യുക്തി ചിന്തിച്ചറിയാൻ ബുദ്ധിമാന്മാർ ഒരുമ്പെടുന്നില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ്? തസ്യ ഭാസ സർവമിദം വിഭാതി. അങ്ങനെയുള്ള ബോധം. ഉള്ളിൽ വികാരങ്ങളും വിചാരങ്ങളും കയറി വരുന്നു, സാരമില്ല, വന്നിട്ട് പോട്ടെ, അവയില്ല, അവയും ബ്രഹ്മം തന്നെ എന്നുറപ്പിക്കൂ. എന്നുറപ്പിച്ചാൽ ആ നിമിഷം ഭേദചിന്തയില്ല, രാഗദ്വേഷങ്ങളില്ല. എന്തോ കടന്നു വരട്ടെ, ഒക്കെ ബ്രഹ്മം. മനസ്സ് എവിടെ എവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ, എത്ര എത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സ് കോപത്തിലാണ് ചെന്ന് പറ്റിയത്. കോപം എന്താ? ബ്രഹ്മം. അല്ലാതെ ആ കോപത്തെ ബലാൽ പിടിച്ചടക്കാൻ ശ്രമിച്ചിട്ട് കഥയില്ല, വഴങ്ങില്ല. മനസ്സങ്ങനെ ഒന്നും വഴങ്ങിത്തരില്ല. സത്യബോധം വിചാരം ചെയ്തുറപ്പിക്കണം. വിചാരം. വസ്തുബോധോ വിചാരേണ വിചാരചാരുതാമേത്യ ധീ പശ്യതി പരം പദം. വിചാരം ചെയ്തു. എന്ത് വിചാരം ചെയ്തു? ഇവിടെ എന്താ ഉള്ളത്? ബോധം മാത്രം. എല്ലാം ബോധം. എന്തുകൊണ്ട്? ബോധമില്ലേ മറ്റൊന്നുമില്ല. ആവർത്തിച്ചത് ചിന്തിക്കുക. സ്വർണമില്ലേ? ആഭരണങ്ങളില്ല. സ്വർണമുണ്ടോ? ആഭരണങ്ങളുണ്ട്. അതുകൊണ്ട് ആഭരണങ്ങളെല്ലാം സ്വർണം. സ്വർണമല്ലാതെ അണുപോലും മറ്റൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ ബോധമുണ്ടോ? കോപമുണ്ട്. ബോധമുണ്ടോ? കാമമുണ്ട്. ബോധമില്ലേ? ഒന്നുമില്ല. അതുകൊണ്ട് കാമക്രോധങ്ങൾ പോലും ശുദ്ധബോധം. ശുദ്ധബോധം. ഇതുറപ്പിക്കുക. ഇതാണ് വിചാരം. ഇതല്പം വേണമെങ്കിൽ ആവർത്തിച്ച് വിചാരം ചെയ്യണം. ലളിതമായ വിചാരമാർഗം. അത് വലിയ ലാബറട്ടറിയൊന്നും ആവശ്യമില്ല. അവ സർവം ബോധമയം. ഇതങ്ങോട്ട് ഉറച്ചു നോക്കുക. ഇതുറച്ചാൽ ഉള്ളിൽ കോപം വരുന്നു. അതാണല്ലോ പരാതി. ഇടയ്ക്ക് കോപം കയറി വരുന്നു സാർ. കോപം എവിടുന്ന് വരുന്നു? കോപത്തിനെങ്ങനെ വരാൻ പറ്റും? ബോധത്തിന് വരുന്ന ഒരു ഭ്രമം. അതുകൊണ്ട് കോപം ബോധം തന്നെ. കോപം വരുന്നതിന് മുൻപേ തീരുമാനിക്കൂ കോപം ബ്രഹ്മമാണെന്ന്. വന്നോട്ടെ. അപ്പൊ എന്താ കോപം വരുന്നില്ല? ബ്രഹ്മമാണ് വരുന്നത്. നിങ്ങൾക്ക് എന്താ കുഴപ്പമോ? കോപം വരുന്നതിന് മുൻപ് തീരുമാനിക്കണം കോപം ബ്രഹ്മമാണ്.
ഈ ജഗത്തിലെ എന്തും അറിയപ്പെടുന്നതിന് മുൻപ് തന്നെ തീരുമാനിക്കുക ബ്രഹ്മമാണ്. ഏതാഭരണത്തിന്റെയും പുതിയ ഡിസൈൻ വരുന്നതിന് മുൻപ് തന്നെ ആഭരണത്തെക്കുറിച്ച് തീരുമാനിക്കുക ഇത് സ്വർണമാണെന്ന്. പുതിയ ഡിസൈൻ വന്നോട്ടെ, സ്വർണമല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. മറ്റൊന്നും ഇതാണ് ഏറ്റവും എളുപ്പ വഴി. വേറെ വഴികളൊക്കെ പലരും പറയും, പക്ഷെ എളുപ്പമല്ല. എങ്ങനെ ഒരിടത്ത് കണ്ണുമടച്ചിരുന്ന് കോപത്തെ നിരോധിക്കുക. യോഗ ചിത്തവൃത്തി നിരോധ. ഒരു വിരോധവുമില്ല, ഒക്കെ ശ്രമിച്ചു നോക്കുക. പക്ഷെ നിരോധിച്ചിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് പുറത്തു വരുമ്പോ ആരെങ്കിലും ഒന്ന് കണ്ണുമഴിച്ച് കാണിച്ചാൽ കോപം വീണ്ടും വരും. നേരെ മറിച്ച് ഇത് ചിന്തിച്ചുറപ്പിച്ചാൽ കണ്ണുമിഴിക്കുക. ആ കണ്ണുമിഴിക്കൽ എന്താ? ബ്രഹ്മം. അവിടെ എന്താ? കോപമില്ല, കണ്ണുമിഴിക്കലും ഇല്ല. കാരണം ബോധമില്ലെങ്കിൽ ആരാ കണ്ണുമിഴിക്കുന്നത്? ഒന്നുമില്ല.